ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് ഫ്രിസി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടും തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ ഒരു സമയത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഹെയർ പാക്കാണ്. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണ് കേട്ടോ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ എൻ്റെ ഹെയറോ സ്കിന്നോ ഒന്നും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ദേവായിക്ക് ചിക്കൻ ബോക്സ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, കൊച്ചുകുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ നമ്മളാണെങ്കിലും അല്ലേ, നമുക്കിപ്പം വലിയവർക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് നിൽക്കാൻ അറിയാം. പക്ഷെ കുട്ടികൾക്ക് വന്നു കഴിയുമ്പം നമ്മൾ മാനസികമായിട്ടും മെൻ്റലിയും ഫിസിക്കലിയും എല്ലാം തളരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ ഹെയറോ സ്കിന്നോ ഒന്നും തന്നെ നോക്കുന്നേ ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ എൻ്റെ ഹെയർ ഞാനൊന്ന് കോമ്പ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ മുടിയെല്ലാം വല്ലാത്തൊരു കണ്ടീഷനിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഹെയർ കെയർ ഒക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് ഇന്ന് നമ്മളൊരു ഹെയർ കെയർ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേരയാണ് കേട്ടോ. ഞാനിവിടെ ഫ്രഷ് അലോവേരയാണ് എടുക്കുന്നത്. നമ്മുടെ ഗാർഡനിലുള്ള അലോവേര ഞാൻ എന്താ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിനി ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ അലോവേര കട്ട് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇതിൽ നിന്ന് ഒരു യെല്ലോ ലിക്വിഡ് വരും. അപ്പോൾ അത് മൊത്തം പോയതിന് ശേഷം മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇവിടെ വെക്കുകയാണ് കുറച്ച് നേരം. ആ ലിക്വിഡ് എല്ലാം പോയതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ വാഷ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാമേ. അപ്പം അങ്ങനെ ഒരു മണിക്കൂറോളം ഞാനിതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് നിന്നും ആ ജെല്ലൊന്ന് എടുക്കാം കേട്ടോ. ഞാൻ ഈ ജെല്ല് ഇതേപോലെ ഒന്ന് ഇളക്കി എടുക്കുകയാണ്. എന്നിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി എൻ്റെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കിത് ഓയിൽ ഇല്ലാതെ വേണമെന്നുണ്ടെങ്കിലും ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പകരം ഈ പാക്കിനകത്ത് ഓയിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ എൻ്റെ ഹെയർ ആണെങ്കിൽ ഞാൻ ഹെയർ ഓയിലും ഒക്കെ ചെയ്തിട്ട് കുറേ ദിവസം ആയായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ ഹെയറിലൊന്ന് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്കൊരു 2 തുള്ളി ഓയിൽ മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഇനി നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഒരു ഹെയർ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി എൻ്റെ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഹെയറാണ്. 3 മാസത്തിൽ കൂടുതലായിട്ടോ ഞാൻ കെരാറ്റിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരാഴ്ച ഹെയർ കെയർ ചെയ്യാതൊക്കെ ആയിട്ട് ഈ ഒരു കോലത്തിലാണ് എൻ്റെ മുടിയുള്ളത്. അതുപോലെ തന്നെ നല്ല ഹെയർ ഫാളും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലയോട്ടിയിലും കൂടെ അപ്ലൈ ചെയ്യാം. തലയോട്ടിയിൽ അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ലെങ്ത്തിൽ മാത്രമാണെങ്കിലും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമേ. അപ്പം ഞാൻ എന്തായാലും ഇത് സ്കാൾപ്പിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കി ഞാൻ ബാത്റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ടിപ്പിലേക്ക് നമ്മളിങ്ങനെ തലയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ നമ്മളിങ്ങനെ സ്ക്യൂസ് ചെയ്ത് ഹെയറിൻ്റെ ടിപ്പിലേക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ ഹെയറിൻ്റെ ലെങ്ത്തും നമുക്ക് ആ ഒരു ലിക്വിഡിനകത്തേക്ക് ഇങ്ങനെ മുക്കിയെടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയർ അഴിച്ചിട്ടിട്ട് കുറച്ച് നേരത്തേക്ക് അങ്ങനെ വിടാമെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. പക്ഷെ എനിക്കിപ്പോൾ എന്തായാലും അഴിച്ചിട്ടിട്ട് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ബാക്കി കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പം ഈ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴും. അപ്പോൾ അത് കാരണം ഞാനിപ്പം ഒരു ക്ലച്ച് ക്ലിപ്പ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആവാനായിട്ട് നമ്മൾ വിടണം. 1 മണിക്കൂർ വരെയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ സൈനസ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് 1 മണിക്കൂർ തലയിൽ വെച്ചുകൊണ്ട് നിൽക്കരുത് കേട്ടോ. ഇത് 1 മണിക്കൂർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഹെയർ നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആവാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ സൈനസ് ഒക്കെ ഉള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൾഡിൻ്റെ ഒക്കെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ അരമണിക്കൂർ ഒരു 20 മിനിറ്റ് ഒക്കെ മാത്രം വെച്ചാൽ മതിയാവേ.
എന്നിട്ട് നമുക്കിത് ഹെയർ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഞാനൊരു ഷാമ്പുവും കണ്ടീഷണറും ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. ഇത് എൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. എനിക്ക് പിറ്റേ ദിവസം വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ റിസൾട്ട്. നിങ്ങൾ നോക്കി, നല്ല രീതിയിൽ തന്നെ മുടി നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കും കേട്ടോ. നമുക്ക് തൊടുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാവും. നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾ ഈ പാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് റിസൾട്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കണ്ടന്റുകളായിട്ട് വീണ്ടും ഉടനെ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക കേട്ടോ. ബൈ ബൈ.